ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ മലബാർ സൈഡിലുള്ളവർക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ടൊരു ഡിഷാണല്ലോ ഇത്. അതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ കുക്കറിലാണ് നെയ്ച്ചോറ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്കെങ്ങനെ പ്രഷർ കുക്കറിൽ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് തയ്യാറാക്കാമെന്ന് നോക്കാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ ജീരകശാല അല്ലെങ്കിൽ ബസ്മതി റൈസാവും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ജീരകശാല കൈമ റൈസാണ്. ഇത് നമ്മൾ നാട്ടിലൊക്കെ എല്ലാ ഷോപ്പിലും ഏകദേശം കിട്ടാറുണ്ട്. ഇതേപോലെ ചെറിയ അരി ആയിരിക്കും. അതേപോലെ നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയ. നാട്ടിലുള്ളവരാണെങ്കിൽ കൂടുതലും ഈ റൈസാണ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറ്. നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഈ ജീരകശാല റൈസ് കൊണ്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പം ഞാനിവിടെ റൈസ് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യമൊക്കെ നല്ലപോലെ കഴുകണം കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. അപ്പം ഇനി നെയ്ച്ചോറ് തയ്യാറാക്കാൻ നമുക്ക് അടുത്തത് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇതിൽക്കും ചെറുതാണെങ്കിൽ ഒരു 2 ചെറിയ സവാള എടുത്താൽ മതി. അതേപോലെ ഒരു 1/4 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇത് വേണം നിർബന്ധമല്ല, പക്ഷെ നമ്മൾ ചേർത്താൽ നല്ലതാണ്. പിന്നെ സ്പൈസസും ഇഞ്ചി വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ഇനി നമ്മളൊരു പാൻ എടുത്തതിന് ശേഷം നമുക്ക് എണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ ഓയിൽ യൂസ് ചെയ്യുന്നതിന് പകരം നെയ്യും ചേർത്ത് കൊടുക്കാം. പക്ഷേ ചോറിൽ നെയ്യിന് ടേസ്റ്റ് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ വരണമെന്നില്ല. ഇനി ഇതിലേക്ക് സവാളും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. ഇതിന് നമുക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നെയ്യ് എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ആ മണമൊക്കെ വരുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതൊക്കെ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ വല്ലാണ്ട് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവും. കുക്കറാണല്ലോ. ഇനി നമുക്ക് കുറച്ച് നാരങ്ങനീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിയാണ് അടുത്തത് ചേർത്ത് കൊടുക്കേണ്ടത്. സാധാരണ ഒക്കെ നമ്മൾ നെയ്ച്ചോറ് തയ്യാറാക്കുന്ന പോലെ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വെള്ളം ചൂടായി വന്നതിന് ശേഷം വേണമെങ്കിൽ അരിയിട്ട് കൊടുത്താലും മതി കേട്ടോ. പക്ഷെ കുക്കറായതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അരിയിട്ടിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അരി കൂടുതൽ ഓവർ കുക്കാവില്ല. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം അരിയിട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ അരി ഉടയാനുള്ള ചാൻസ് കുറവാണ്. ഈ അരിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വല്ലാണ്ട് മിക്സ് ചെയ്യരുത്, കാരണം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി ആയതുകൊണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് അടുത്തത് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ നേരത്തെ തന്നെ വെള്ളം ചൂടാക്കി വെച്ചിരുന്നു. ചൂടുവെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അരി ഇതേപോലെ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരി ഇങ്ങനെ വറുത്തെടുത്തുകൊണ്ട് നമ്മൾ പച്ചവെള്ളമല്ല ഒഴിക്കേണ്ടത്, ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. 1 കപ്പ് അരിക്ക് ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മളൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.25-2 കപ്പ് വെള്ളം വരെ എടുക്കും. പക്ഷേ നമ്മൾ കുക്കറിൽ തയ്യാറാക്കുമ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം മതി. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്. അല്ലെങ്കിൽ കൂടുതലായിട്ട് വേവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു വിസിൽ വന്നിട്ട് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ, വിട്ടു പോകരുത്. ഇതാ നമ്മൾ റൈസ് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റ് വേവായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള ഡെക്കറേഷനുള്ള ഐറ്റംസൊക്കെ നോക്കാം. അതിന് ഞാനിവിടെ
ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പും ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ അതേപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വറുത്തെടുക്കാം കേട്ടോ. സാധാരണ ചിലവർക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള ഒന്നും വറുത്തിടുന്നത് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഇവിടെയും അതേപോലെയാണ്. നല്ലതുപോലെ ഞങ്ങൾ ഗോൾഡൻ ബ്രൗൺ ആക്കി വറുത്തെടുക്കാറൊന്നുമില്ല. പക്ഷേ നെയ്ച്ചോറിൻ്റെ രസം എന്ന് വെച്ചാൽ ഇതൊക്കെ വറുത്ത് നമ്മൾ ഇട്ടിട്ട് എല്ലാതും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ. ഇതാ നമ്മൾ സവാള ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് ഞാനിവിടെ കുറേ നേരമൊന്നും വറുത്തെടുക്കുന്നില്ല. ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്നും വറുക്കുന്നില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്നും വറുത്തെടുക്കുന്നുള്ളൂ. പൊതുവേ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ചോറ് കഴിക്കുമ്പോൾ മാറ്റി വെക്കാറാണ്. പക്ഷേ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇതാ ഞാനിവിടെ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ അവസാനം ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അത് എടുത്താൽ മതി. പിന്നെ ചോറ് ഒരുപാട് നേരം തുറന്ന് വെക്കാണ്ടിരിക്കണം കേട്ടോ. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ നെയ്ച്ചോറിൽ ഒട്ടും തന്നെ നെയ്യൊന്നും ചേർത്തിട്ടില്ല. ഇനി അടുത്തത് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഇതേപോലെ വലിയൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചോറ് അതിൽ നിന്ന് മാറ്റുക. എന്നിട്ട് ഈ ഒരു ടൈമിൽ നമുക്കൊരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണും നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകൾക്ക് പിന്നെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 3-4 ലെയറായിട്ട് നെയ്യും ചോറുമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ നെയ്യിൻ്റെ നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ ചോറിൽ നന്നായിട്ട് വരും. അല്പം മാത്രം നെയ്യ് യൂസ് ചെയ്താൽ മതി. ആ ചോറിൽ മൊത്തത്തിൽ ആ ഫ്ലേവർ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് നമ്മൾ തുറന്ന് വെക്കുകയാണെങ്കിൽ അരി നല്ല അടിപൊളിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല നെയ്യിൻ്റെ ടേസ്റ്റും ഉണ്ടാവും. സാധാരണ നമ്മൾ കുക്കറിലൊക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഈ കംപ്ലയിൻറ്റ് പറയാറുണ്ട്, അരി ഭയങ്കര ഹാർഡായിട്ടാണ്, സോഫ്റ്റായിട്ട് കിട്ടലില്ല എന്നൊക്കെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കി നോക്ക്. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടും. അല്ലെങ്കിൽ മെയിൻ പ്രശ്നം വരാറ് ചോറ് ഭയങ്കരമായിട്ട് വെന്ത് പോയി അങ്ങനെയൊക്കെയാണ് പറയാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ എടുക്കാൻ പാടുള്ളൂ. എന്നാലേ ആ ഫ്ലേവറൊക്കെ നല്ലതുപോലെ കിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഫോളോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും, അതേപോലെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ.